ചേരുമ്പോൾ എത്രയാകുമെന്നറിയാൻ കൂട്ടണം. എത്രയാണ് ചേർക്കേണ്ടതെന്നറിയാനോ കുറയ്ക്കണം. കുറയുന്ന കൂട്ടത്തെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. ഡിക്രീസിംഗ് നമ്പേഴ്സ്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മാത്സിൻ്റെ 6th ചാപ്റ്ററായ ഡിക്രീസിംഗ് നമ്പേഴ്സ് ആണ്. മറ്റു ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റിലുണ്ട്. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. ചാപ്റ്റർ 6 ഡിക്രീസിംഗ് നമ്പേഴ്സ്. ഈ ചാപ്റ്റർ മെയിനായിട്ട് എയിം ചെയ്യുന്നത് എന്താണെന്ന് അറിയോ മക്കളെ? നമ്മുടെ ഡെയിലി ലൈഫിൽ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ 2-4 സംഖ്യകളുടെ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് വ്യത്യസ്ത വഴികളുണ്ടെന്ന് നമ്മൾ ഇതിൽ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, സിറ്റുവേഷൻ അനുസരിച്ച് 4 സംഖ്യകളെ സ്ഥാനവിലയ്ക്കനുസരിച്ച് പിരിച്ചെഴുതി സബ്ട്രാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിലുള്ളത് അബാക്കസ് ആണ്. അബാക്കസുമായിട്ട് ഒരു പെൺകുട്ടി നടന്നു വരികയാണ്. 2 കുട്ടികൾ അതിനടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അബാക്കസ്. കിച്ചു ആൻഡ് ഫ്രണ്ട്സ് മെയ്ഡ് അബാക്കസ് ആൻഡ് ആർ പ്ലേയിങ് വിത്ത് ഇറ്റ്. അബാക്കസ് ഉണ്ടാക്കി കളിക്കുകയാണ് കിച്ചുവും കൂട്ടുകാരും. ദിസ് ഈസ് മൈ അബാക്കസ്. ദാറ്റ്സ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ. ഇതാണ് എൻ്റെ അബാക്കസ് എന്ന് കിച്ചു പറയുന്നുണ്ട്. അപ്പോൾ കിച്ചുവിൻ്റെ ഫ്രണ്ട് എന്താണ് പറയുന്നത്? ഏറ്റവും വലിയ 3 സംഖ്യ ആണല്ലോ ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ നമ്പർ ഓൺ ദ അബാക്കസ്? ഈ അബാക്കസിലെ സംഖ്യ ഏതാണ് മക്കളെ? ബീഡ്സ് എണ്ണി നോക്കാതെ തന്നെ നമുക്ക് പറയാം. കാരണം കിച്ചുവിൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ 3 സംഖ്യയാണ് ഈ അബാക്കസിൽ കാണിച്ചിരിക്കുന്ന നമ്പർ എന്ന്. Which is that? Which is the largest 3-digit number? Yes, it is our 999 itself. 999 ആണ്. സോ ഈ അബാക്കസിൽ കാണിച്ചിരിക്കുന്ന നമ്പർ 999 ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ് ഗീവ്സ് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ. നമ്മളിവിടെ ലാർജസ്റ്റ് 3-digit നമ്പർ 999 ആണെന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ ഏറ്റവും ചെറിയ 3 സംഖ്യ കിട്ടുമെന്നാണ്. ഓക്കെ ഡിയേഴ്സ്, ഹൗ ക്യാൻ വി ഫൈൻഡ് ദാറ്റ്? നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ? ഇറ്റ്സ് 100. ഏറ്റവും ചെറിയ 3 സംഖ്യ 100 ആണല്ലേ. When we can check how much is needed from 100 to reach 999. അതായത് 100ൽ നിന്ന് 999 വരെ എത്തണമെങ്കിൽ എത്ര കൂടി വേണമെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? After 100 comes 200, 300, 400, 500, etc. Like that up to 900 it is 800s. അതായത് 100ന് ശേഷം 200, 300, 400 അങ്ങനെ പോകുമ്പോൾ 900 വരെ 900 വരെ നമ്മൾ എത്തിയതിൽ നിന്നും 8 100കളാണുള്ളത്. ഇനി ഒരു 99 കൂടി വേണം. 8 100കളും 99ഉം ചേരുമ്പോഴാണ് 899 ആവുന്നത്. സോ ടോട്ടൽ 800 പ്ലസ് 99, 899. So if 899 is subtracted from the number of the abacus, we will get the smallest 3-digit number 100. എങ്ങനെയാണ്? 999 minus 899, 100. Draw this number on the abacus. കുറച്ച് കിട്ടിയ സംഖ്യ അബാക്കസിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺസിൻ്റെ പ്ലേസിൽ ബീഡ്സ് ഒന്നും വേണ്ട, ടെൻസിലും ബീഡ്സ് ഒന്നും വേണ്ട, 100സിൽ ഒരു ബീഡ് ഇടുക. അപ്പോഴാണ് 100 ആവുന്നത്. ഓക്കെ, സൈഡ് ബോക്സിൽ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എന്ന് തന്നിട്ടുണ്ട്. വിട്ടുപോയ ഭാഗം നമ്മൾ പൂരിപ്പിക്കണം. വിട്ടുപോയ നമ്പർ 99 മൈനസ് 10 എത്രയാണ്? 89. 999 മൈനസ് 100, 899. 9999 minus 1000, 8999. Next page, let's subtract. കുറച്ച് നോക്കാം. Subtracting the largest 2-digit number from the largest 3-digit number gives what number? ഏറ്റവും വലിയ 3 സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ 2 സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ 3 സംഖ്യ ഏതാണ് മക്കളെ? ലാർജസ്റ്റ് 3-digit number is 999. ലാർജസ്റ്റ് 2-digit number 99. Then 999 minus 99 എത്രയാണ് ആൻസർ? 900.
സബ്ട്രാക്റ്റിംഗ് 120 ഫ്രം 340 ഗീവ്സ് വാട്ട് നമ്പർ? 340 നിന്നും 120 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? സി കിച്ചൂസ് ആൻസർ. വി നീഡ് ഓൺലി സബ്ട്രാക്ട് 12 tens ഫ്രം 34 tens. കിച്ചുവിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. 34 10 നിന്നും 12 10 കുറച്ചാൽ മതിയെന്നതാണ് കിച്ചുവിൻ്റെ ഒരു ഒപ്പീനിയൻ. 34 tens മൈനസ് 12 tens. 34 10 മൈനസ് 12 10. ദെൻ എത്ര ടെൻസ് ആവും? 22 ടെൻസ് ആവും. 34 മൈനസ് 12 22 ആണ്. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 220 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് വി വാണ്ട് ടു സബ്ട്രാക്ട് 160 ഫ്രം 340? ട്രൈ ഇറ്റ്. ഇനി നമുക്ക് 340 നിന്ന് 160 കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുകളിൽ ചെയ്ത രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ 34 ടെൻസിൽ നിന്നും 16 ടെൻസ് കുറയ്ക്കുക. 18 ടെൻസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 0 കൂടി ആഡ് ചെയ്യുന്നു. എത്രയാണ്? 180. സൈഡിൽ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വി ക്യാൻ ഓൾസോ ഡു ദിസ് ബൈ ഫൈൻഡിങ് ഹൗ മെനി ടെൻസ് ആഡഡ് ടു 16 ടെൻസ് ഗീവ് 34 ടെൻസ്. അതായത് 16 10നോട് എത്ര 10 കൂട്ടിയാൽ 34 10 കിട്ടുമെന്ന് കണക്കാക്കിയാലും മതി. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് അബൌട്ട് സബ്ട്രാക്റ്റിംഗ് 162 ഫ്രം 346 ആണ്. രണ്ട് മെത്തേഡ്സ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കാം മക്കളെ. കാൽക്കുലേറ്റ് ഹൗ മച്ച് യു ആഡ് ടു 162 ടു ഗെറ്റ് 346. 162നോട് എത്ര കൂട്ടിയാൽ 346 കിട്ടുമെന്ന് കണക്കാക്കുന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. അതായത് 162 പ്ലസ് 8 170, 170 പ്ലസ് 30 200, 200 പ്ലസ് 146 346. അതായത് 162നോട് 8 കൂട്ടുമ്പോൾ 170 ആയി. ആ 170നോട് 30 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 200 ആവുന്നത്. ഈ 200നോട് വീണ്ടും ഒരു 146 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ നമ്പറായ 346 എത്തുന്നത്. ദെൻ 146 പ്ലസ് 30 പ്ലസ് 80. 140 പ്ലസ് 6 പ്ലസ് 30 പ്ലസ് 8, 140 പ്ലസ് 30 പ്ലസ് 14, 170 പ്ലസ് 14. എത്രയാണ് ആൻസർ? 184. നെക്സ്റ്റ് മെത്തേഡ് 2 പറഞ്ഞിരിക്കുന്നത് 346 കിട്ടാൻ വേണ്ടിയിട്ട് 300 പ്ലസ് 40 പ്ലസ് 6 മൈനസ് 162 കിട്ടാനുള്ള 100 പ്ലസ് 60 പ്ലസ് 2. അതായത് 3 നൂറുകൾ, 4 പത്തുകൾ, 6 ഒന്നുകൾ. അതിൽ നിന്നും മൈനസ് ചെയ്യേണ്ടത് 1 100, 6 10, 2 ഒന്നുകൾ. ഫസ്റ്റ് പോർഷൻ നമ്മൾ റീറൈറ്റ് ചെയ്താൽ 346 കിട്ടാൻ വേണ്ടി 200 പ്ലസ് 140 പ്ലസ് 6 ചെയ്യാം. 162 കിട്ടാൻ വേണ്ടിയിട്ട് 100 പ്ലസ് 60 പ്ലസ് 2. ഇത് മൈനസ് ചെയ്താൽ 100 പ്ലസ് 80 പ്ലസ് 4 വരും. 346 മൈനസ് 162 184. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് പോർഷൻ നമ്മൾ ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ്സിൻ്റെ അവിടെ 2ഉം 1ഉമാണ് വരുന്നത്. ടെൻസിൻ്റെ അവിടെ 14ഉം 6ഉം വരും. വൺസിൻ്റെ അവിടെ 6ഉം 2ഉം വരും. യു ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. സിമ്പിളായിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ 346 മൈനസ് 162 184 എന്ന് എഴുതാം. നെക്സ്റ്റ് പേജ്. കിച്ചു മെയ്ഡ് 876 ഓൺ ഹിസ് അബാക്കസ് ആൻഡ് ചിപ്പി മെയ്ഡ് 697 ഓൺ ഹേഴ്സ്. ഹൗ മച്ച് മോർ ദാൻ ചിപ്പീസ് നമ്പർ ഈസ് കിച്ചൂസ് നമ്പർ? കിച്ചു അബാക്കസ് ഉണ്ടാക്കിയ സംഖ്യ എത്രയായിരുന്നു മക്കളെ? 876 ആണ്. ചിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് 697. ചിപ്പിയുടെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് കിച്ചുവിൻ്റെ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ മെയ്ഡ് ബൈ കിച്ചു 876, നമ്പർ മെയ്ഡ് ബൈ ചിപ്പി 697. സോ നമുക്കിത് എങ്ങനെ എഴുതാം? 697 പ്ലസ് 3 ആണ് 700 ആവണമെങ്കിൽ. ദെൻ 700 പ്ലസ് 100 ആണ് 800 ആവണമെങ്കിൽ. 800 പ്ലസ് 76 ആണ് 876. ടോട്ടൽ 3 പ്ലസ് 100 പ്ലസ് 76. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് എഴുതിക്കൂടെ മക്കളെ? 876 മൈനസ് 697 179. സോ യു ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ. Next question. You have 13 beads. Write the largest 3-digit number and the smallest 3-digit number you can show on the abacus using this. What is their difference? നിങ്ങളുടെ കയ്യിൽ 13 മുത്തുകളുണ്ട്, ബീഡ്സ്. അവ ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്.
ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100ൻ്റെ പ്ലേസിലല്ല ഏറ്റവും വലിയ സംഖ്യ ചേർക്കുന്നത്. സോ ടു മേക്ക് ദി ലാർജസ്റ്റ് 3-digit നമ്പർ വി മസ്റ്റ് പുട്ട് ദ ലാർജസ്റ്റ് ഡിജിറ്റ് ഇൻ ദി ഹൺഡ്രഡ്സ് പ്ലേസ്. ഹൺഡ്രഡ്സ് പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ 9 ആണ്. സം ഓഫ് റിമൈനിങ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 13 - 9 4 ആണ്. ദെൻ ടെൻസിൻ്റെ പ്ലേസിൽ അടുത്ത ഏറ്റവും വലിയ സംഖ്യ ചേർക്കുന്നു, 4 ചേർക്കുന്നു. വൺസിൻ്റെ പ്ലേസിൽ 0യും വരുന്നു. ദെയർഫോർ ദി ലാർജസ്റ്റ് 3-digit നമ്പർ ഈസ് 940. ഇനി സ്മോളസ്റ്റ് 3-digit നമ്പർ നമുക്ക് മേക്ക് ചെയ്യണം. ടു മേക്ക് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ വി മസ്റ്റ് പുട്ട് ദ സ്മോളസ്റ്റ് ഡിജിറ്റ് ഇൻ ദ 100th പ്ലേസ്. 0 നമുക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ. സിൻസ് ഇറ്റ് കനോട്ട് ബി 0 വി യൂസ് 1. നമുക്ക് 1 എടുക്കാം. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ അങ്ങനെ 1 ആണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സം ഓഫ് റിമൈനിങ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 13 - 1 ആണ്. 13 ബീറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1 നമ്മളിപ്പോൾ യൂസ് ചെയ്തു. ഇനി 12 ആണ് റിമൈനിങ് ഉള്ളത്. വെൻ ട്രൈങ് ടു പുട്ട് ദ സ്മോളസ്റ്റ് ഡിജിറ്റ് ഇൻ ദ 10th പ്ലേസ് വി കനോട്ട് യൂസ് 2. നമുക്ക് ടെൻസിൻ്റെ സ്ഥാനത്ത് 2ഉം യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇഫ് യു ഡു സോ ദി ഡിജിറ്റ് ഇൻ ദി വൺസ് പ്ലേസ് ആഫ്റ്റർ 2 വുഡ് ഹാവ് 10 ലെഫ്റ്റ്. നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 1ൻ്റെ സ്ഥാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10 കൂടി ബാക്കി വരും അല്ലേ? അതുകൊണ്ട് അത് പറ്റില്ല. സോ ടെൻസിൻ്റെ പ്ലേസിൽ നമുക്ക് 3 പ്ലേസ് ചെയ്യാം, വൺസിൻ്റെ പ്ലേസിൽ 9ഉം. ദി സ്മോളസ്റ്റ് 3-digit നമ്പർ ഈസ് 139. ഈ ഡിഫറൻസ് കാണാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 940 ആൻഡ് 139. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ എഴുതാം? 940 - 139 എത്രയാണ്? 801 ആണ് ആൻസർ. ഒരു മെത്തേഡ് കൂടി നമ്മൾ പഠിച്ചല്ലോ, അതിലെങ്ങനെ എഴുതാം നമുക്ക്? 139 + 1 140 ആയി. ഈ 140യുടെ കൂടെ ഒരു 60 കൂടി ആഡ് ചെയ്യുമ്പോൾ 200 ആയി. 200ൻ്റെ കൂടെ 700 കൂടി ആഡ് ചെയ്യുമ്പോൾ 900 ആയി. 900ൻ്റെ കൂടെ എഗെയിൻ ഒരു 40 ആഡ് ചെയ്യുമ്പോഴാണ് 940 ആവുന്നത്. ഇനി ടോട്ടൽ കാണാൻ 1 + 60 + 700 + 40 എത്രയാണ്? 801. സോ ദി ഡിഫറൻസ് ഈസ് 801. നെക്സ്റ്റ് വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം? ബിറ്റ്വീൻ വിച്ച് 2 നമ്പേഴ്സ് ബിലോ ഈസ് 761 - 380. 761 - 380 ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് വരുന്നത് ഇതിൻ്റെ ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 തന്നിരിക്കുന്നത് ബിറ്റ്വീൻ 400 ആൻഡ് 500. സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ബിറ്റ്വീൻ 400 ആൻഡ് 420. തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ബിറ്റ്വീൻ 380 ആൻഡ് 400. ലാസ്റ്റ് ഓപ്ഷൻ ഫോർത്ത് ഓപ്ഷൻ തന്നിരിക്കുന്നത് ബിറ്റ്വീൻ 350 ആൻഡ് 380 എന്നാണ്. മൈ ആൻസർ എന്നുള്ളിടത്ത് മക്കളുടെ ആൻസർ എഴുതുക. ഓപ്ഷൻ 3 ആണ് ആൻസർ, ബിറ്റ്വീൻ 380 ആൻഡ് 400. ഇങ്ങനെ നമുക്കത് കണ്ടെത്താം. 380 + 20 എന്ന് പറയുന്നത് 400 ആണ്. 400 + 300 700 ആവുന്നു. 700 + 60 760 ആവുന്നു. 760 + 1 761 ആകുന്നു. ടോട്ടൽ 20 + 300 + 60 + 1 381. ഓക്കെ, നെക്സ്റ്റ് സൈഡ് ബോക്സിൽ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ട്രൈ ദിസ്. 8 - 1 7. 88 - 11 77. 888 - 111 777. 8888 - 1111 7777. നെക്സ്റ്റ് പേജ്. ഫൈൻഡ് ഔട്ട് ആൻഡ് വിൻ എ പ്രൈസ്. കണ്ടുപിടിക്കാം, സമ്മാനം നേടാം. ടുഡേ കിച്ചുസ് സിസ്റ്റർ അമ്മു ഓൾസോ പ്ലേഡ് വിത്ത് കിച്ചു ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. ഇന്നത്തെ കളിയിൽ കിച്ചുവിൻ്റെയും കൂട്ടുകാരുടെ ഒപ്പം കിച്ചുവിൻ്റെ ചേച്ചി അമ്മുവും കൂടെ കൂടി. സിസ്റ്റർ എന്താണ് അവിടെ പറയുന്നത്? ഐ വിൽ ഗീവ് എ പ്രൈസ് ടു ഓൾ. ഞാൻ എല്ലാവർക്കും ഒരു സമ്മാനം തരാമെന്ന്. ഹൗ ഡു വി ഗെറ്റ് എ പ്രൈസ്? എങ്ങനെയാണ് നമുക്ക് സമ്മാനം കിട്ടുകയെന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ മറ്റൊരു കുട്ടി പറയുകയാണ്, ദി വേ ടു ഗെറ്റ് എ പ്രൈസ് ഈസ് അണ്ടർ ദി ബനിയൻ ട്രീ. സമ്മാനം കിട്ടാനുള്ള വഴി ആ ആൽമരച്ചുവട്ടിൽ ഉണ്ട്. There's a piece of paper under the tree. പാരറ്റ് എന്താണ് പറയുന്നത്? ആൽമരച്ചുവട്ടിൽ ഒരു കടലാസ് ഉണ്ടല്ലോ. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയ മക്കളെ. വാട്ട് ഷുഡ് ബി ആഡഡ് ടു 3542 ടു ഗെറ്റ് 3798? 3542 എത്ര കൂട്ടിയാൽ 3798 കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
നെക്സ്റ്റ് പേജിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. 3542 പ്ലസ് 8 എന്ന് എഴുതിയാൽ നമുക്ക് 3550 എന്ന് റൗണ്ട് ചെയ്ത് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ഈ 3550യുടെ കൂടെ 50 കൂടി ആഡ് ചെയ്യുമ്പോൾ 3600 ആവുന്നു. ഈ 3600 പ്ലസ് 100 3700 ആവുന്നു. 3700 പ്ലസ് 98 ആണ് 3798 ആവുന്നത്. ഇനി ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 8 പ്ലസ് 50 പ്ലസ് 100 പ്ലസ് 98 100 പ്ലസ് 98 പ്ലസ് 58 എന്ന് എഴുതാം. 100 പ്ലസ് 98 പ്ലസ് 2 പ്ലസ് 56 എന്ന് എഴുതാം. ഈക്വൽസ് 100 പ്ലസ് 56. എത്രയാണ്? 256. വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്. റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് 3798 മൈനസ് 3542. 256 ആണ് ആൻസർ വരുന്നത്. ഇനി അതർ വേ ടു കാൽക്കുലേറ്റ് ദിസ്, മറ്റേതൊക്കെ രീതിയിൽ നമുക്കിത് കണക്കാക്കാം മക്കളെ? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് യൂഷ്വലി നമ്മൾ എഴുതുന്ന രീതിയിൽ തന്നെ 3798 മൈനസ് 3542 256. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 3798നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 3000 പ്ലസ് 700 പ്ലസ് 90 പ്ലസ് 8 എന്നും 3542നെ സ്പ്ലിറ്റ് ചെയ്ത് 3000 പ്ലസ് 500 പ്ലസ് 40 പ്ലസ് 2 എന്ന് എഴുതാം. മൈനസ് ചെയ്യുമ്പോൾ 700 മൈനസ് 500 200 90 മൈനസ് 40 എത്രയാണ്? ഇറ്റ്സ് 50. ദെൻ ലാസ്റ്റ് വൺ 8 മൈനസ് 2 6 ആണ്. ഇനി ടോട്ടൽ കണ്ടാൽ മതി. 200 പ്ലസ് 50 പ്ലസ് 6 256. ദി നെക്സ്റ്റ് ക്ലൂ ടു ഗെറ്റ് ദി പ്രൈസ് ഈസ് ഇൻ ദി ഫ്രണ്ട് യാർഡ്. സമ്മാനം കിട്ടാനുള്ള അടുത്ത സൂചന വീടിൻ്റെ മുൻവശത്തെ മുറ്റത്തുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് 5849 ആൻഡ് 2670? 5849 2617 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് ക്ലൂ. തൗസൻഡ്സിൽ 5ഉം 100സിൽ 8ഉം 10സിൽ 4ഉം 1സിൽ 9ഉം 5849 മൈനസ് തൗസൻഡ്സിൽ 2 100സിൽ 6 10സിൽ 1 1സിൽ 7 2617 എത്രയാണ് ആൻസർ? 3232 ആണ് ആൻസർ. നെക്സ്റ്റ് പേജ് നോക്കിയേ മക്കളെ. പ്രൈസ് ഫോർ റൈറ്റിംഗ് എ ക്വസ്റ്റ്യൻ വിത്ത് ദി നമ്പർ യു ഗോട്ട് ആസ് ദി ആൻസർ. കിട്ടിയ സംഖ്യ ഉത്തരമായി വരുന്ന ചോദ്യം എഴുതുന്നവർക്ക് സമ്മാനം കിട്ടും. What I wrote. What number is got by combining dash thousands, dash hundreds, dash tens and dash ones? എത്രയൊക്കെയാണ് മക്കളെ ഓരോ സ്ഥാനത്തും വരുന്നത്? 3 thousands, 2 hundreds, 3 tens and 2 ones. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് നമ്പർ ഈസ് ഗോട്ട് ബൈ ആഡിങ് ഡാഷ് ആൻഡ് ഡാഷ്? നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് എഴുതാം? ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് സംഖ്യകൾ 3000ഉം 232 എഴുതാം. 3000 and 232. അപ്പോഴാണ് 3232 കിട്ടുന്നത്. റൈറ്റ് മോർ ക്വസ്റ്റ്യൻസ്. കൂടുതൽ ചോദ്യങ്ങൾ എഴുതാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് റൈറ്റ് മോർ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5850 and 2618? What number is got by adding 323 tens and 2 ones? What number is got by coming 3232 ones? Next activity, the prize, സമ്മാനം. What is the difference of 2837 and 524? 2837ൻ്റെയും 524ൻ്റെയും വ്യത്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അബാക്കസ് ആസ് പ്രൈസ് ഫോർ ഈച്ച്. ഓരോരുത്തർക്കുമുള്ള സമ്മാനം എന്താണ്? അബാക്കസ് ആണ് അല്ലേ? ഹൗ അബൌട്ട് ഷോയിങ് ദ ആൻസർ ഓൺ ദി അബാക്കസ്? വ്യത്യാസം അബാക്കസിൽ കാണിച്ചാലോ? ആദ്യം നമുക്ക് ഡിഫറൻസ് കാണണം. 2837 മൈനസ് 524 2313 ആണ് ആൻസർ. Okay dears, now shall we show the difference on the abacus? അബാക്കസിൽ കൂടി നമുക്ക് ഈ ഡിഫറൻസ് കാണിക്കാം. തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 2 ബീഡ്സ്, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 3 ബീഡ്സ്, ടെൻസിൽ 1 ബീഡ്, വൺസിൽ 3 ബീഡ്സ്. സോ 2313. നെക്സ്റ്റ് പേജ്, മാത്ത് ബോക്സ്. Kichu came below the banyan tree with the square sheets in the math box to play with his friends. കണക്ക് പെട്ടിയിലെ സമചതുര കൂട്ടങ്ങളുമായിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ കിച്ചു ആൽമരച്ചുവട്ടിലെത്തി. സീ ദി പിക്ചർ. ചിത്രം നോക്കിയ മക്കളെ. എന്ത് മനസ്സിലായി മക്കൾക്ക് ചിത്രത്തിൽ നിന്ന്? 1 സ്മോൾ സ്ക്വയർ ഈസ് 1 യൂണിറ്റ്. ഒരു ചെറിയ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. ലൈക്ക് ദാറ്റ് 10s ones join to make a long strip. Then
10 tens join to make one big square of 100. 10 100 together make 1000. ഒരു ചെറിയ സ്ക്വയർ ചേർന്ന് ഒരു യൂണിറ്റ് ആവുന്നു. ആ ചെറിയ ഒരു സ്ക്വയറിനെ നമ്മൾ കണക്കാക്കുന്നത് ഒരു യൂണിറ്റ് ആയിട്ടാണ്. ഓക്കെ, അതേപോലെ 10 വൺസ് ചേർന്ന് ഒരു വലിയ ലോങ് സ്ട്രിപ്പ് ഉണ്ടാകുന്നു. 10 പത്തുകൾ ചേർന്ന് ഒരു വലിയ സ്ക്വയർ ഓഫ് 100 ഉണ്ടാവുന്നു. 100ൻ്റെ ഒരു സ്ക്വയർ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ 10 ഹൺഡ്രഡ്സ് ഒന്നിച്ച് ചേർന്ന് ഒരു 1000 ഉണ്ടാവുന്നു. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി തൗസൻഡ്സ് ഇൻ ഇറ്റ്? എത്ര തൗസൻഡ്സ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 2. ഏറ്റവും മുകളിലത്തെ 2 പിക്ചേഴ്സ് കണ്ടില്ലേ മക്കളെ? 10 100 ടുഗദർ ചേരുമ്പോഴാണ് 1000 ആവുന്നത്. 10 നൂറുകൾ ചേരുമ്പോൾ. അങ്ങനെയുള്ള 2 യൂണിറ്റ്സ് ആണ് അവിടെയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഹൺഡ്രഡ്സ് എന്നാണ്. രണ്ടാമത്തെ ചിത്രം കണ്ടില്ലേ? തൗസൻഡ്സിൻ്റെ താഴെയായിട്ട് വരുന്ന 3 യൂണിറ്റ്സ്. സോ 3 യൂണിറ്റ്സ് ആണുള്ളത്. ഹൗ മെനി ടെൻസ്? എത്ര ടെൻസ് ഉണ്ട്? 4 ടെൻസ് ഉണ്ട്. ഹൗ മെനി വൺസ്? എത്ര വൺസ് ഉണ്ട്? 3 വൺസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു പസിൽ കോർണറാണേ. I am between 5000 and 8000. I am an even number. Digits are 4 consecutive numbers. Who am I? ഞാൻ 5000നും 8000നും ഇടയിലാണ്. ഇരട്ട സംഖ്യയാണ്. തുടർച്ചയായ 4 അക്കങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിറ്റ്വീൻ 5000 ആൻഡ് 8000 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് നമ്പർ എത്രയായിരിക്കും? 5000 ആയിരിക്കും അല്ലേ? 1000ൻ്റെ പ്ലേസിൽ 5 ആയിരിക്കും വരുന്നത്. ഒറ്റ സംഖ്യയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ്സ് 5. ഡിജിറ്റ്സ് ആർ 4 കൺസെക്യൂട്ടീവ് നമ്പേഴ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 4 അക്കങ്ങളും അടുത്തടുത്ത സംഖ്യ ആയിരിക്കും. 5 നമ്മൾ ഓൾറെഡി എഴുതിയും കഴിഞ്ഞു. സോ ദ നെക്സ്റ്റ് നമ്പർ ഈസ് 6, നെക്സ്റ്റ് ഈസ് 7 ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 8. നമ്പർ ഏതാണ്? 5678 ആണ് നമ്പർ. മിനി കളേർഡ് 1251 ഓഫ് ദീസ് സ്ക്വയേഴ്സ്. ഇതിൽ 1251 സമചതുരങ്ങൾക്ക് മിനി നിറം നൽകി. നെക്സ്റ്റ് പേജ്, ലെറ്റ്സ് കളർ. യു ടു കളർ ദി 1251 സ്ക്വയേഴ്സ്. നിങ്ങളും 1251 സമചതുരങ്ങൾക്ക് നിറം കൊടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൈഡ് ബോക്സിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? എ സെറ്റ് ഓഫ് 100 സ്ക്വയേഴ്സ് ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 10 ഓഫ് 10 സ്ക്വയേഴ്സ്. എന്താണ് മക്കളെ പറഞ്ഞത്? 100ൻ്റെ ഒരു സമചതുര കൂട്ടത്തെ 10ൻ്റെ 10 എണ്ണമാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇതേപോലെ കളർ ചെയ്യണേ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എമംഗ് ദി സ്ക്വയേഴ്സ് നോട്ട് കളേർഡ് നമ്പർ ഓഫ് തൗസൻഡ്സ്. നിറം കൊടുക്കാത്ത സമചതുരങ്ങളിൽ 1000ൻ്റെ എണ്ണം എത്രയാണെന്നാണ്. എത്രയാണ് മക്കളെ? 1 ആണല്ലേ? 1 ആണ്. നമ്പർ ഓഫ് ഹൺഡ്രഡ്സോ? 0. എല്ലാ ഹൺഡ്രഡ്സിൻ്റെ യൂണിറ്റ്സിനും നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞു. നമ്പർ ഓഫ് ടെൻസോ? 9 ആണ്. 9 ടെൻസ് ആണ്. നമ്പർ ഓഫ് വൺസോ? 2 ആണ്. ദി നമ്പർ ഏതാണ്? 1092. 1092 ആണ് നമ്പർ. സൈഡ് ബോക്സിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. തൗസൻഡ്സിൽ 2ഉം 1ഉം, ഹൺഡ്രഡ്സിൽ 3ഉം 2ഉം, ടെൻസിൽ 4ഉം 5ഉം, വൺസിൽ 3ഉം 1ഉം. രണ്ടാമത് ഒരു മെത്തേഡ് കൂടി കൊടുത്തിട്ടുണ്ട് ബോക്സിൽ. വി ക്യാൻ റീറൈറ്റ് ലൈക്ക് ദിസ്. തൗസൻഡ്സിൽ 2ഉം 1ഉം 1ഉം, ഹൺഡ്രഡ്സിൽ 2ഉം 2ഉം 0യും വരും. ടെൻസിലോ 14ഉം 5ഉം 9ഉം വരും. വൺസിൽ 3ഉം 1ഉം 2ഉം വരും. നെക്സ്റ്റ് വൺ, സബ്ട്രാക്ട്. എന്ത് ചെയ്യാനാണ്? കുറയ്ക്കാനാണ്. സബ്ട്രാക്ട് 1812 ഫ്രം 3625 യൂസിങ് സ്ക്വയർ ഷീറ്റ്സ്. റൈറ്റ് ഹൗ യു സബ്ട്രാക്റ്റഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇവിടെ എന്ത് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? സമചതുര കൂട്ടങ്ങൾ ഉപയോഗിച്ച്, സ്ക്വയർ ഷീറ്റ്സ് ഉപയോഗിച്ച് 3625 നിന്നും 1812 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വ്യത്യാസം കണക്കാക്കിയ രീതി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡ്സ് മക്കൾ എഴുതി നോക്കുക. 3625 മൈനസ് 1812 എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടുന്നത് 1813 ആണ്. ബുക്കിൽ എഴുതുമ്പോൾ തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 3ഉം 1ഉം വരും. ഹൺഡ്രഡ്സിൽ 6ഉം 8ഉം വരും. ടെൻസിൽ 2ഉം 1ഉം വരും. വൺസിൽ 5ഉം 2ഉം വരും. റീറൈറ്റ് ചെയ്ത് രണ്ടാമത്തെ മെത്തേഡിൽ എഴുതുമ്പോൾ തൗസൻഡ്സിൽ 2ഉം 1ഉം വരും. ഹൺഡ്രഡ്സിൽ 16ഉം 8ഉം വരും. ടെൻസിൽ 2ഉം 1ഉം വരും. വൺസിൽ 5ഉം 2ഉം വരും. മൈനസ് ചെയ്താൽ മതിയാവും. സോ ദ ആൻസർ ഈസ് 1813. നെക്സ്റ്റ് പേജ്, ഇലക്ട്രിസിറ്റി ബിൽ. വൈദ്യുതി ബില്ല്. റീഡിംഗ് ഈസ് ഹയർ ദിസ് ടൈം. ഇത്തവണ റീഡിംഗ് കൂടുതലാണ്. എവ്രിതിങ് ഷുഡ് ബി സ്വിച്ച്ഡ് ഓഫ് ആഫ്റ്റർ യൂസ്. ഉപയോഗം കഴിഞ്ഞാൽ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ് കിച്ചൂസ് ഹോം ദി ഇലക്ട്രിസിറ്റി മീറ്റർ റീഡിംഗ് ദിസ് ടൈം ഈസ് 4526. ലാസ്റ്റ് റീഡിംഗ് വാസ് 3845.
ആ ഒരു ഡിഫറൻസ് കണ്ടോ മക്കളെ? സി ഹൗ ദി യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് കിച്ചൂസ് ഹോം ഈസ് കാൽക്കുലേറ്റഡ്. കിച്ചുവിൻ്റെ വീട്ടിലെ ഈ മാസത്തെ വൈദ്യുതി റീഡിങ് 4526 മുൻ മാസത്തെ റീഡിങ് 3845 അപ്പോൾ കിച്ചുവിൻ്റെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം കണക്കാക്കിയ രീതി താഴെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മെത്തേഡ് 1 4526 മൈനസ് 3845 ഡയറക്റ്റായിട്ട് ചെയ്യുന്ന രീതി. 3845 ആയിരുന്നു പ്രീവിയസ് മന്തിലെ ഇലക്ട്രിസിറ്റി ബില്ല്. 5 കോടി കൂടിയിട്ട് 3850 ആയി. 50 കൂടി 3900 ആയി. ദെൻ അതിനൊപ്പം ഒരു 100 കൂടിയിട്ട് 4000 ആയി. പ്ലസ് 526 അങ്ങനെയാണ് 4526. ആ ഒരു മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്. 5 പ്ലസ് 50 പ്ലസ് 100 പ്ലസ് 526 681 അത്രയും രൂപ കൂടിയാണ് കൂടിയത്. നെക്സ്റ്റ് പേജിൽ മെത്തേഡ് 2 കൊടുത്തിട്ടുണ്ട്. 4000 പ്ലസ് 500 പ്ലസ് 20 പ്ലസ് 6 മൈനസ് 3000 പ്ലസ് 800 പ്ലസ് 40 പ്ലസ് 5. 4000 പ്ലസ് 400 പ്ലസ് 120 പ്ലസ് 6 മൈനസ് 3000 പ്ലസ് 800 പ്ലസ് 40 പ്ലസ് 5 അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് 3000 പ്ലസ് 1400 പ്ലസ് 120 പ്ലസ് 6 മൈനസ് 3000 പ്ലസ് 800 പ്ലസ് 40 പ്ലസ് 5 ആണ്. അതായത് 1400 മൈനസ് 800 600 കിട്ടും. 120 മൈനസ് 40 8 കിട്ടും. 6 മൈനസ് 5 1 കിട്ടും. നെക്സ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് 4526 മൈനസ് 3845. 4526 മൈനസ് 3845. 4526 മൈനസ് 3000 എത്രയാണ്? 1526 കിട്ടി. 1526 നിന്ന് വീണ്ടും 800 മൈനസ് ചെയ്യുന്നു. 726 കിട്ടി. ഈ 726 നിന്ന് 45 മൈനസ് ചെയ്യുന്നു. എത്രയാണ്? 681. Can also write like this 4526 minus 3845 ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. 681 ആണ് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഇലക്ട്രിസിറ്റി മീറ്റിംഗ് റീഡിംഗ്. The electricity meter reading at the homes of some of Kichu's friends are given below. Fill up the blanks. കിച്ചുവിൻ്റെ കൂട്ടുകാരുടെ വീടുകളിലെ മീറ്റർ റീഡിംഗ് ചുവടെ തന്നിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാങ്ക് ആയ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് ഫില്ലപ്പ് ചെയ്യണം. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? കൂട്ടുകാരുടെ പേര് നെയിം കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലെ മീറ്റർ റീഡിംഗ് കൊടുത്തിട്ടുണ്ട്. യൂസേജ് ഫോർ 2 months. ഈ 2 മാസം കൂടി എത്ര രൂപയാണ് ആയത്? അതായത് നമ്മളവിടെ ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. എത്ര രൂപ കൂടി കൂടുതലായി അല്ലെങ്കിൽ ഇനി കുറവാണോ അതാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ നോക്കാം മക്കളെ. ചിപ്പി. ഫെബ്രുവരി മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 4215 ആണ്. ഏപ്രിലേത് 4826. നമുക്ക് യൂസേജ് കണ്ടുപിടിക്കണം 2 മാസത്തെ. ഇതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. 611 ആണ് ആൻസർ. ഇനി ജീനയുടെ വീട്ടിലെ ഫെബ്രുവരി മാസത്തെ റീഡിംഗ് കൊടുത്തിട്ടില്ല, മിസ്സിംഗ് ആണ് ആ കോളം. ഏപ്രിലിൽ തന്നിട്ടുണ്ട് 5278. യൂസേജ് ഫോർ 2 months ഈസ് 400. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 5278 പ്ലസ് 400 എത്രയാണ് ആൻസർ? 4878 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫാരീസ്. ഫെബ്രുവരി മാസത്തെ റീഡിംഗ് 6970 ആണ്. ഏപ്രിലിലെ റീഡിംഗ് 7340 ആണ്. ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. 370 ആണ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ലാസ്റ്റ് കുട്ടിയുടെ പേര് മിന്നി. മിന്നിയുടെ വീട്ടിലെ ഫെബ്രുവരി മാസത്തെ മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 5870 ആണ്. ഏപ്രിലേത് തന്നിട്ടില്ല, മിസ്സിംഗ് ആണ്. യൂസേജ് ഫോർ 2 months എന്ന് പറയുന്നത് 395 ആണ്. നമുക്ക് എങ്ങനെ കണ്ടെത്താം? Here to see the meter reading for the month of April, we need to add 5970 and 395. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ആൻസർ കിട്ടുന്നത് 6265 ആണ്. ഇൻ വിച്ച് ഹൗസ് ഹോൾഡ് വാസ് ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടെ വീട്ടിലാണ്? ചിപ്പിയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഇലക്ട്രിസിറ്റി മീറ്റർ റീഡിംഗ് അറ്റ് യുവർ ഹൗസ് ദിസ് മന്ത്? നിങ്ങളുടെ വീട്ടിലെ ഈ മാസത്തെ ഇലക്ട്രിസിറ്റി മീറ്റർ റീഡിംഗ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡിയേഴ്സ്, ആസ്ക് യുവർ മാം ദ ഇലക്ട്രിസിറ്റി റീഡിംഗ് ഓഫ് യുവർ ഹൗസ് ഇൻ ദിസ് മന്ത് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. നെക്സ്റ്റ് പേജ്, സർക്കസ്. ക്യാൻ വി ഗോ ടു ദ സർക്കസ് ടുഡേ ഡാഡ്? ഓക്കെ, വി വിൽ ഗോ ഇൻ ദി ഈവനിങ്.
അച്ഛാ നമുക്കിന്ന് സർക്കസ് കാണാൻ പോയാലോ എന്ന് കിച്ചു പറയുകയാണ്. അച്ഛൻ എന്തു പറഞ്ഞു? ശരി, വൈകുന്നേരം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ടിക്കറ്റ് 90 റുപ്പീസ് ഫോർ ചിൽഡ്രൻ, 180 റുപ്പീസ് ഫോർ അഡൾട്ട്സ്. ടിക്കറ്റ് നിരക്ക് എത്രയാണ് മക്കളെ? കുട്ടികൾക്ക് 90 രൂപയും മുതിർന്നവർക്ക് 180 രൂപയുമാണ്. നെക്സ്റ്റ് പേജ്. Kichu and family reached the circus tent and bought tickets. How much for the 4 persons? അവർ 4 പേരാണുള്ളത്. ചിത്രത്തിൽ കണ്ടില്ലേ? അച്ഛനും അമ്മയും 2 കുട്ടികളും. 90 രൂപയാണ് ഒരു കുട്ടിക്ക് ടിക്കറ്റ്. 180 രൂപയാണ് മുതിർന്ന ഒരാളുടെ ടിക്കറ്റ് നിരക്ക്. Then how much for the 4 persons? Members of Kichu's family, father, mother, elder sister and Kichu. That means 2 adults and 2 children. നമുക്ക് എങ്ങനെ ആൻസർ എഴുതാം മക്കളെ? പ്രൈസ് ഓഫ് 1 അഡൾട്ട് ടിക്കറ്റ് ഈസ് 180 റുപ്പീസ്. പ്രൈസ് ഓഫ് 1 ചൈൽഡ് ടിക്കറ്റ് ഈസ് 90 റുപ്പീസ്. സോ ടോട്ടൽ ഈക്വൽസ് പ്രൈസ് ഓഫ് 2 അഡൾട്ട് ടിക്കറ്റ്സ് പ്ലസ് പ്രൈസ് ഓഫ് 2 ചൈൽഡ് ടിക്കറ്റ്സ് അല്ലേ? 180 പ്ലസ് 180 പ്ലസ് 90 പ്ലസ് 90. ഇനിയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് 100 പ്ലസ് 80 പ്ലസ് 100 പ്ലസ് 80 പ്ലസ് 90 പ്ലസ് 90 എന്ന് എഴുതാം. ദെൻ 200 പ്ലസ് 160 പ്ലസ് 180 എത്രയാണ്? 540 ആണ് ആൻസർ. ഗേവ് 2 500 റുപ്പീസ് നോട്ട്സ് അറ്റ് ദി കൗണ്ടർ. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ബാക്ക്? 500 രൂപയുടെ 2 നോട്ടാണ് കൗണ്ടറിൽ അവർ കൊടുത്തത് ടിക്കറ്റിൻ്റെ കോസ്റ്റായിട്ട്. ബാക്കി എത്ര രൂപ തിരികെ കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 500 റുപ്പീസ് നോട്ട് 2 എണ്ണമെന്ന് പറയുമ്പോൾ അത് ടോട്ടൽ എത്ര റുപ്പീസാണ് മക്കളെ? 1000 റുപ്പീസാണ് അല്ലേ? 500 പ്ലസ് 500 1000 റുപ്പീസാണ്. 540 കൂടെ എത്രയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 1000 കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. 540 പ്ലസ് 60 600 ആയി. 600 പ്ലസ് 400 1000 ആയി. ടോട്ടൽ 60 പ്ലസ് 400 460. They will get back 460 rupees. ആൻസറിലേക്ക് എത്താനുള്ള 3 മെത്തേഡ്സ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മെത്തേഡ് നോക്കിയേ മക്കളെ. 1000 മൈനസ് 540. 540 പ്ലസ് 60 എത്രയാണ്? 600. 600 പ്ലസ് 400 1000. 60 പ്ലസ് 400 460. അതാണ് നമ്മൾ മുകളിൽ ആദ്യം ചെയ്തത്. മെത്തേഡ് 2ൽ പറയുന്നത് 1000 മൈനസ് 540 ഈക്വൽസ് 1000 മൈനസ് 1 മൈനസ് 540 മൈനസ് 1. ദാറ്റ് മീൻസ് 1000 മൈനസ് 1 എന്ന് പറയുമ്പോൾ 999 ആണ്. 540 മൈനസ് 1 എന്ന് പറയുമ്പോൾ 539 ആണ്. ദെൻ ഈ 999ൽ നിന്നും 539 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 460 കിട്ടും. തേർഡ് മെത്തേഡ് നോക്കിയ മക്കളെ. 1000 മൈനസ് 540യെ 1000 മൈനസ് 500 എന്ന് എഴുതുന്നു. ദെൻ 500 കിട്ടുന്നു. 500 മൈനസ് 40 എന്ന് എഴുതുന്നു. 460 കിട്ടുന്നു. സൈഡിൽ ഓരോ പ്ലേസിലും ഏതൊക്കെ അക്കമാണ് പ്ലേസ് ചെയ്ത് നമ്മൾ മൈനസ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. തൗസൻഡ്സിൻ്റെ ഭാഗത്ത്, ഹൺഡ്രഡ്സിൽ, ടെൻസിൽ, വൺസിൽ. അതും കൂടി തൗസൻഡ്സിൽ 1 വരുന്നു, ഹൺഡ്രഡ്സിൽ 0, ടെൻസിൽ 0, വൺസിൽ 0. ദെൻ ഹൺഡ്രഡ്സിൽ 5, ടെൻസിൽ 4, വൺസിൽ 0. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം. താഴെ തന്നിരിക്കുന്ന നെക്സ്റ്റ് കോളം തൗസൻഡ്സിൽ സംഖ്യ ഒന്നും ഇല്ല, തന്നിട്ടില്ല. ഹൺഡ്രഡ്സിൽ ഫസ്റ്റ് കോളത്തിൽ 9, സെക്കൻഡിൽ 5, ടെൻസിൻ്റെ സ്ഥാനത്ത് ഫസ്റ്റ് കോളത്തിൽ 10, സെക്കൻഡ് നമ്പർ വരുമ്പോൾ അത് 4 ആയിട്ട് മാറും. വൺസിൽ 0 തന്നെയാണ് വരുന്നത്. ആൻസർ എത്രയാണ്? 460 ആണ് വരുന്നത്. വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് സിംപ്ലസ്റ്റ് മെത്തേഡ് കൊടുത്തിരിക്കുന്നു. ഡയറക്റ്റ് മെത്തേഡ് 1000 മൈനസ് 540 എത്രയാണ്? 460. ഓക്കെ, റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാൽക്കുലേഷൻസ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ 1000 മൈനസ് 100 എത്രയാണ് മക്കളെ? 900. 1000 മൈനസ് 500ഓ? 500. 1000 മൈനസ് 250 750 ആണ് ആൻസർ. 1000 മൈനസ് 820 വരുമ്പോൾ 180 ആണ് ആൻസർ. ലാസ്റ്റ് വൺ 1000 മൈനസ് 990 വരുമ്പോൾ 10 ആണ് ആൻസർ. നെക്സ്റ്റ് പേജ് നോട്ട്സ് ആൻഡ് കോയിൻസ്. നോട്ടുകളും നാണയങ്ങളും. റൈറ്റ് ദ എമൗണ്ട് ഗോട്ട് ബാക്ക് അറ്റ് ദി സർക്കസ് ആസ് നോട്ട്സ് ആൻഡ് കോയിൻസ്. സർക്കസ് കാണാൻ പോയപ്പോൾ ബാക്കി കിട്ടിയ രൂപ നോട്ടുകളായും നാണയങ്ങളായും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ നോട്ട്സ് ഉണ്ട് മക്കളെ? എത്ര രൂപയുടെയൊക്കെ നോട്ട്സ് ആണ്? എത്ര രൂപയുടെയൊക്കെ കോയിൻസ് ആണുള്ളത്? ആദ്യം കൊടുത്തിരിക്കുന്നത് എത്ര രൂപയുടെ നോട്ടാണ്? 200 രൂപയുടെയാണല്ലേ? 200 രൂപയുടെ 1, 2 2 നോട്ട്സ് ഉണ്ട്. 50 രൂപയുടെ 1 നോട്ടുണ്ട്. 5 രൂപയുടെ 1 നോട്ടുണ്ട്. ഇനി കോയിൻസോ? 2 രൂപയുടെ 2 കോയിൻസ് ഉണ്ട്. 1 രൂപയുടെ 1 കോയിനുമുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി നോട്ട്സ്, എത്ര നോട്ട്സ് ആണ് ടോട്ടൽ ഉള്ളത്? എത്ര നോട്ട്സ് ആണ് മക്കളെ? 4 നോട്ട്സ്. നെക്സ്റ്റ് ഹൗ മെനി കോയിൻസ്, എത്ര കോയിൻസ് ആണുള്ളത്? 3 കോയിൻസ്.
നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇഫ് ഇറ്റ് വെയർ ജസ്റ്റ് 100 റുപ്പി നോട്ട്സ് ആൻഡ് 10 റുപ്പി നോട്ട്സ് ഹൗ മെനി നോട്ട്സ് വുഡ് ദേ ഹാവ് ഗോട്ട് എന്നാണ്. അതായത് 100 രൂപ നോട്ടുകളും 10 രൂപ നോട്ടുകളും മാത്രമായിരുന്നെങ്കിൽ എത്ര നോട്ടുകൾ കിട്ടുമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ മെത്തേഡ്സിൽ എഴുതാം മക്കളെ? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 100 റുപ്പി നോട്ട്സ് 4ഉം 10 റുപ്പി നോട്ട്സ് 6ഉം ആകുന്നു. അപ്പോൾ 400 പ്ലസ് 60 460. മെത്തേഡ് 2വിൽ 100 റുപ്പി നോട്ട്സ് 3ഉം 10 റുപ്പി നോട്ട്സ് 16ഉം ആകുന്നു. സോ 300 പ്ലസ് 160 460 ആകും. മെത്തേഡ് 3ൽ 100 റുപ്പി നോട്ട്സ് 2ഉം 10 റുപ്പി നോട്ട്സ് 26ഉം ആകുമ്പോൾ 200 പ്ലസ് 260 എത്രയാണ്? 460. മെത്തേഡ് 4ൽ 100 റുപ്പി നോട്ട്സ് ഒരെണ്ണവും 10 റുപ്പി നോട്ട്സ് 36 എണ്ണവും നമ്മൾ എടുക്കുകയാണെങ്കിൽ 100 പ്ലസ് 360 എന്ന് വരും 460. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഇഫ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഈസ് ടു ബി 10 വിച്ച് നോട്ട്സ് മസ്റ്റ് ബി യൂസ്ഡ് ആൻഡ് ഹൗ മെനി ഓഫ് ഈച്ച്. മനസ്സിലായ മക്കൾക്ക്? ഈ തുക 10 നോട്ടുകളാക്കി കൊടുക്കാൻ ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം എടുക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ 100 റുപ്പി നോട്ട്സും 10 റുപ്പി നോട്ട്സുമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. 100 റുപ്പീസിൻ്റെ 4 നോട്ടും 10 റുപ്പീസിൻ്റെ 6 നോട്ട്സും. സോ 400 പ്ലസ് 60 460 ആയി. നെക്സ്റ്റ് നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 100 റുപ്പീസ് നോട്ട്സും 50 റുപ്പീസ് നോട്ട്സും 20 റുപ്പീസ് നോട്ട്സും ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 100 റുപ്പിയുടെ ഒരു നോട്ട് എടുക്കാം, 50 റുപ്പിയുടെ നോട്ട്സ് 6 എണ്ണം എടുക്കണം, 20 റുപ്പിയുടെ നോട്ട്സ് 3 എണ്ണം എടുക്കണം. സോ 100 പ്ലസ് 300 പ്ലസ് 60 460 ആവും. ഇനി നമുക്ക് 200 രൂപയുടെയും 10 രൂപയുടെയും 5 രൂപയുടെയും നോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് 200 രൂപയുടെ 2 നോട്ട്സ്, 10 രൂപയുടെ 4 നോട്ട്സ്, 5 രൂപയുടെ 4 നോട്ട്സ്. സോ 400 പ്ലസ് 40 പ്ലസ് 20 460 ആവും. നെക്സ്റ്റ് പേജ് നമ്പർ 91 സേവിങ്സ് സമ്പാദ്യം. ഹൗ അബൌട്ട് എ ഗെയിം വിത്ത് പ്ലേ മണി ടുഡേ? ഇന്ന് കളി നോട്ടുകൾ കൊണ്ടൊരു കളി കളിച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. ഐ എം റെഡി, ഞാൻ റെഡിയാണെന്ന് കിച്ചു പറഞ്ഞു. കിച്ചു ആൻഡ് മിന്നി പ്ലേയിങ് ബാങ്ക് വിത്ത് പ്ലേ മണി. സീ ദി നമ്പേഴ്സ് ഇൻ ദി പാസ്ബുക്ക്. കിച്ചു മിന്നിയും കളിനോട്ട് ഉപയോഗിച്ച് ബാങ്ക് കളിക്കുകയാണ്. പാസ്ബുക്കിൽ എഴുതിയ സംഖ്യകൾ നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നെയിമുണ്ട് കിച്ചു, ഡെപ്പോസിറ്റ് ഡേറ്റും എമൗണ്ടുമുണ്ട്, വിത്ഡ്രോൺ ഡേറ്റും എമൗണ്ടുമുണ്ട്. ഡെപ്പോസിറ്റ് ഡേറ്റ് 14/10/2025. എത്ര എമൗണ്ടാണ്? 5484. ഡേറ്റ് വിത്ഡ്രോ ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് 14/10/2025. അതേ ദിവസം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എമൗണ്ട് 3295 എന്ന് കാണിച്ചിരിക്കുന്നു. കിച്ചു വിത്ഡ്രോ 3295 rupees from his deposit. How much money is left? കിച്ചുവിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും അവൻ 3295 രൂപയല്ലേ പിൻവലിച്ചത്. ബാക്കി ഇനി അവൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ അവശേഷിക്കുന്നുണ്ട്, ബാലൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? ഈസി അല്ലേ? ഡിപ്പോസിറ്റ് എമൗണ്ടിൽ നിന്നും വിത്ഡ്രോൺ എമൗണ്ട് ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. ഡിപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 5484 ആണ്. മൈനസ് വിത്ഡ്രോൺ എമൗണ്ട് എന്ന് പറയുന്നത് 3295 ആണ്. ആൻസർ 2189 ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് മെത്തേഡ് നോക്കാം. 5484 മൈനസ് 3295. 5000 മൈനസ് 3000 എത്രയാണ് മക്കളെ? 2000. നെക്സ്റ്റ് എഴുതേണ്ടത് 484 മൈനസ് 300 184. നെക്സ്റ്റ് 484 മൈനസ് 295. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 184 പ്ലസ് 5 189. ദെൻ ഇത് ആഡ് ചെയ്യണം. അതായത് 2000ഉം 189ഉം കൂടി ആഡ് ചെയ്യുക. 2189 കിട്ടി. One way is subtract 300 from 484 and add 5. 484 നിന്നും 300 കുറച്ചിട്ട് 5 കൂട്ടിയാലും മതിയല്ലോ. അതും ഒരു വഴിയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Subtracting 300 from 489 also gives the right answer. 489 നിന്നും 300 കുറച്ചാലും ഉത്തരം ശരിയായിട്ട് തന്നെ കിട്ടുമെന്നാണ് ഈ കുട്ടി പറയുന്നത്. നെക്സ്റ്റ് പേജിൽ ഇതേ മക്കളെ മെത്തേഡ് 2 കൊടുത്തിട്ടുണ്ട്. 5484 മൈനസ് 3295. ഓക്കെ, ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നുള്ളിടത്താണ് മെത്തേഡ് 2 നമ്മൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. നമുക്ക് എഴുതാം
3295 പ്ലസ് 5 3300 കിട്ടി. ഈ 3300നോട് 700 ആഡ് ചെയ്യുമ്പോൾ അത് 4000 ആയിട്ട് മാറി. ആ 4000നോട് 1000 കൂടി ആഡ് ചെയ്യുമ്പോൾ 5000 ആയി. 5000നോട് 400 ആഡ് ചെയ്യുമ്പോൾ 5400 ആയി. 5400നോട് 84 പ്ലസ് ചെയ്യുമ്പോൾ 5484 ആയി. ഇനി ചെയ്യേണ്ടത് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഈ 5 പ്ലസ് 700 പ്ലസ് 1000 പ്ലസ് 400 പ്ലസ് 84 എത്രയാണ്? 2189. കിച്ചുവിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള ക്യാഷ്. അനദർ വേന്ന് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വഴിയിൽ കൂടി നമുക്ക് ആൻസർ കണ്ടെത്താം. 5484 മൈനസ് 3295. 5484 നിന്നും ആദ്യം നമ്മൾ 3000 മൈനസ് ചെയ്യുന്നു. 2484 കിട്ടി. ഈ 2484 നിന്നും 200 മൈനസ് ചെയ്യുന്നു. 2284 കിട്ടി. ലാസ്റ്റായിട്ട് 2284 നിന്ന് 95 മൈനസ് ചെയ്യുന്നു. 2189. ബാക്കി കൂടി നോക്കാം. ലുക്ക് അറ്റ് മിന്നീസ് പാസ്ബുക്ക് ആൻഡ് കാൽക്കുലേറ്റ് വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ ദ അക്കൗണ്ട്. മിന്നിയുടെ പാസ്ബുക്കിൻ്റെ പിക്ചറാണ് താഴെ തന്നിട്ടുള്ളത്. അത് നോക്കിയിട്ട് അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നെയിം മിന്നി, ഡെപ്പോസിറ്റ് ഡേറ്റ് 14/10/2025, എമൗണ്ട് 4971, വിത്ഡ്രോൺ ഡേറ്റ് 14/10/2025, എമൗണ്ട് 2784. അതായത് 4971 രൂപ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 2784 രൂപ വിഡ്രോ ചെയ്തു. ബാലൻസ് എമൗണ്ട് അക്കൗണ്ടിൽ എത്രയാണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. If ₹2784 was withdrawn from Minnie's savings, balance amount is dash. അതായത് മിന്നിയുടെ സമ്പാദ്യത്തിൽ നിന്നും 2784 രൂപ പിൻവലിച്ചുവെങ്കിൽ ഇനി ബാക്കി എത്ര രൂപയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നുള്ളിടത്ത് ഫസ്റ്റ് മെത്തേഡ് നമുക്ക് എഴുതാം. Amount in account is 4971 rupees. Amount withdrawn is 2784 rupees. ഓക്കെ, ഇനി നമുക്ക് എഴുതി തുടങ്ങാം. 2784 പ്ലസ് 6 2790 ആയി. ഇനി ആ 2790യുടെ കൂടെ 10 കൂടി ആഡ് ചെയ്യുമ്പോഴോ 2800 ആയി. ഈ 2800 പ്ലസ് ചെയ്യുന്നു 200 സോ 3000 കിട്ടി. 3000 പ്ലസ് 1000 അടുത്ത് ചെയ്യണം, 4000 ആയി. 4000 പ്ലസ് 971 കൂടി ചെയ്യുമ്പോൾ 4971 ആയി. ടോട്ടൽ റുപ്പീസ് അത്രയുമാണ്. ഓക്കെ, ഇനി ടോട്ടൽ കാണാൻ വേണ്ടി ഈ 6 പ്ലസ് 10 പ്ലസ് 200 പ്ലസ് 1000 പ്ലസ് 971 ചെയ്ത് നോക്കിയാൽ മതി. 2187 റുപ്പീസാണ്. എമൗണ്ട് ലെഫ്റ്റ് ഇൻ ദ അക്കൗണ്ട് ഈസ് 2187 റുപ്പീസ്. ഇനി നമുക്ക് അനദർ വേ എന്നുള്ളിടത്ത് നെക്സ്റ്റ് മെത്തേഡ് കൂടി എഴുതാം. 4971 മൈനസ് 2784. 4971 മൈനസ് 2000 എഴുതി നോക്കാം. 2971. നെക്സ്റ്റ് ഈ 2971 നിന്നും നമ്മൾ 700 സബ്ട്രാക്ട് ചെയ്യുന്നു. 2271 കിട്ടി. നെക്സ്റ്റ് 2271 നിന്നും 84 ലാസ്റ്റായിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. 2187 കിട്ടി. പസിൽ കോർണർ. വാട്ട് ഈസ് ദ നമ്പർ? സംഖ്യ ഏതാണ്? 6349 added to a 4-digit number gives 8778. What is the number? ഒരു നാലക്ക സംഖ്യയോട് 6349 കൂട്ടിയപ്പോൾ 8778 കിട്ടി. സംഖ്യ ഏതാണ്? ആ നാലക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നമുക്ക് എങ്ങനെ കണ്ടെത്താം മക്കളെ? 8778 മൈനസ് 6349 ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ 2429 ആണേ. നെക്സ്റ്റ് പേജ് നമ്പർ 93 നോക്കിയ മക്കളെ. പ്ലേയിങ് ഷോപ്പ്. The next day, the friends made a shop below the banyan tree. Minnie and Kichu came there with the money they had withdrawn. പിറ്റേ ദിവസം കൂട്ടുകാരെല്ലാവരും കൂടി ആൽമരച്ചുവട്ടിൽ ഒരു കടയൊരുക്കി കളിക്കാൻ വേണ്ടിയിട്ട്, ഒരു കച്ചവട കളി കളിക്കാൻ വേണ്ടിയിട്ട്. പിൻവലിച്ച തുകയുമായിട്ട് ആരൊക്കെ വന്നു അവിടേക്ക്? മിന്നിയും കിച്ചുവും കടയിലെത്തി. താഴെ തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ? ഓരോ ഐറ്റവും അതിൻ്റെ പ്രൈസുമാണ്. ഒന്ന് വായിച്ചു നോക്കി.
Shoes 800 rupees, bat 1400 rupees, bicycle 8999 rupees, football 950 rupees, bag 950 rupees, umbrella 420 rupees, shoes 420 rupees, mobile phone 2500 rupees. What they bought. അവരെന്തൊക്കെയാണ് കടയിൽ നിന്നും വാങ്ങിയതെന്ന് നോക്കാം. കിച്ചു വാങ്ങിയ ഐറ്റംസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഷൂസ്, ഫുട്ബോൾ, ബാഗ്. മിന്നി വാങ്ങിയത് ബാറ്റും അംബ്രല്ലയുമാണ്. ഓക്കെ. ഹൗ മച്ച് മണി ഡസ് കിച്ചു ഹാവ് ആഫ്റ്റർ ബൈയിങ് ദീസ്? വാട്ട് അബൌട്ട് മിന്നി? സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം കിച്ചുവിൻ്റെ കയ്യിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? മിന്നിയുടെ കയ്യിലോ? നമുക്ക് ആദ്യം ഹൗ മച്ച് കിച്ചു ഹാസ് നൗ, കിച്ചുവിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്, എത്ര തുകയുണ്ടെന്ന് നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് കിച്ചു വാങ്ങിയത്, അതിൻ്റെ വില എത്രയാണെന്ന് ആദ്യം നമുക്ക് എഴുതാം. തിങ്സ് കിച്ചു ബോട്ട്: ഷൂസ് 800 rupees, ഫുട്ബോൾ 950 rupees, ബാഗ് 950 rupees. ടോട്ടൽ പ്രൈസ് എത്രയാണ്? 800 പ്ലസ് 950 പ്ലസ് 950. ആൻസർ വരുന്നത് 2700 rupees ആണ്. ഓക്കെ. മണി കിച്ചു ഹാഡ്, കിച്ചുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 3295 rupees. ഇനി ബാലൻസ് കാണണം. 3295 മൈനസ് 2700, 595 rupees ആണ് ബാലൻസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് ഹൗ മച്ച് മിന്നി ഹാസ് നൗ, മിന്നിയുടെ കയ്യിൽ ഇനി എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നാണ്. ഇനി എഴുതി തുടങ്ങാം. തിങ്സ് മിന്നി ബോട്ട്, എന്തൊക്കെ സാധനങ്ങളാണ് മിന്നി വാങ്ങിച്ചത്? 2 ഐറ്റംസ് ആണ് ആ കുട്ടി വാങ്ങിച്ചത്. ബാറ്റ്, അതിൻ്റെ പ്രൈസ് വരുന്നത് 1400 rupeesഉം. അംബ്രല്ല വാങ്ങി, അംബ്രല്ലയുടെ പ്രൈസ് വരുന്നത് 420 rupeesഉമാണ്. സോ ദി ടോട്ടൽ ഈസ് 1400 പ്ലസ് 420. എത്രയാണ് മക്കളെ? 1820 ആണ്. ഓക്കെ. മണി മിന്നി ഹാഡ്, മിന്നിയുടെ കയ്യിൽ ഓൾറെഡി എത്ര രൂപയുണ്ട്? 2784 രൂപ, 2784 rupees. ടു ഫൈൻഡ് ദി ബാലൻസ് സബ്ട്രാക്ട് 1820 ഫ്രം 2784. ഓക്കെ. എത്രയാണ് ആൻസർ? 964 ആണ് ആൻസർ. സോ ദി ബാലൻസ് മണി ഇൻ മിന്നീസ് ഹാൻഡ് ഈസ് 964 rupees. Next page. Gina wants to buy a bicycle. She has 4275 rupees with her. How much more does she need? ജീനയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങണം. ജീനയുടെ കയ്യിൽ 4275 രൂപയുണ്ട്. ഇനി എത്ര രൂപ കൂടി വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൈക്കിളിൻ്റെ വില എത്രയാണ് മക്കളെ? പ്രൈസ് ഓഫ് ബൈസിക്കിൾ ഈസ് 8999. 8999 ആണ് സൈക്കിളിൻ്റെ വില. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര രൂപ കൂടി ജീനയ്ക്ക് വേണം സൈക്കിൾ വാങ്ങണമെങ്കിലെന്ന്. മണി ജീന ഹാസ് 4275 rupees. Price of the bicycle 8999 rupees. So from 4275 to 8999, how much is needed? Let's see. 4275 plus 5, 4280 ആണ്. 4280 plus 20, 4300. 4300 plus 700, 5000. 5000 plus 300, 8000. 8000 plus 900, 8000 and 900. 8900 plus 99 ആണ് 8999. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? എത്ര രൂപ കൂടി വേണമെന്നാണ്. മണി സ്റ്റിൽ നീഡഡ് ഈസ് 5 പ്ലസ് 20 പ്ലസ് 700 പ്ലസ് 3000 പ്ലസ് 900 പ്ലസ് 99, 4724 rupees ആണ്. ഇനി ഇത് മറ്റൊരു സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് പറയാം. 8999 മൈനസ് 4275 എത്രയാണ്? 4724 rupees. നെക്സ്റ്റ് നമുക്ക് 4 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ലാസ്റ്റായിട്ട് തന്നിട്ടുള്ളത് ഈ ചാപ്റ്ററിൻ്റെ അവസാനം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെക്സ്റ്റ് 3 numbers. താഴെ തന്നിരിക്കുന്ന പാറ്റേണിൽ അടുത്ത 3 സംഖ്യകൾ എഴുതി ചേർക്കണം. ഫസ്റ്റ് വൺ 6772, 6572, 6372. ദിസ് പാറ്റേൺ ഈസ് ഡിക്രീസ്ഡ് ബൈ 200, അതായത് 200 വെച്ച് കുറഞ്ഞാണ് വരുന്നത്. സോ ദി നെക്സ്റ്റ് നമ്പർ ഈസ് 6172, 5972, 5772. നെക്സ്റ്റ് വൺ നോക്കാം. 2365, 2254, 2143.
ദിസ് പാറ്റേൺ ഈസ് ഡിക്രീസ്ഡ് ബൈ 111. 111 വെച്ച് കുറഞ്ഞാണ് ഈ പാറ്റേൺ പോകുന്നത്. സോ ദി നെക്സ്റ്റ് നമ്പർ ഈസ് 2032, 1921, 1810. ഇനി ലാസ്റ്റ് പാറ്റേൺ നോക്കിയ മക്കളെ, 5368, 5438, 5508. ദിസ് പാറ്റേൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 70. 70 വെച്ച് കൂടിയാണ് വരുന്നത്. സോ ദി നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 5578, 5648, 5718. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി മക്കളെ, ഗ്രോസറീസ് ഫോർ 1 month were bought for Kichu's household and it cost 5372 rupees. 3685 rupees was paid in cash and the rest transferred via an UPI app. How much is it? മനസ്സിലായല്ലോ മക്കൾക്ക്. കിച്ചുവിൻ്റെ വീട്ടിൽ ഒരു മാസത്തെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിയപ്പോൾ 5372 രൂപയായി കടയിൽ. കയ്യിലുള്ള 3685 രൂപ കൊടുക്കുകയും ബാക്കി തുക UPI ആപ്പ് വഴിയാണ് കൊടുത്തത്. ഈ തുക എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. UPI വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത തുക എത്രയാണ്? നമുക്ക് എഴുതി നോക്കാം. 1 month's ഗ്രോസറി കോസ്റ്റ് എന്ന് പറയുന്നത് 5372 റുപ്പീസാണ്. പെയ്ഡ് ഇൻ ക്യാഷ് 3685 rupees ആണ്. To find the amount paid through UPI, we just need to find how much is left to pay. UPI വഴി എത്ര രൂപയാണ് അയച്ചത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? എത്ര രൂപ ബാക്കി കൊടുക്കാനുണ്ട് എന്ന് അറിയണം, കണ്ടുപിടിക്കണം. സോ ഫ്രം 3685 to 5372, how much is it? നമുക്ക് എഴുതി നോക്കാം. 5372 മൈനസ് 3685. 5372 മൈനസ് 3000 എത്രയാണ്? 2372. 2372 മൈനസ് 600 1772. ഇനി ചെയ്യേണ്ടത് 1772 നിന്ന് ലാസ്റ്റായിട്ട് 85 കൂടി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസർ 1687 ആണ്. സോ ദി എമൗണ്ട് പെയ്ഡ് ത്രൂ UPI ഈസ് 1687 റുപ്പീസ്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് കൂടി ഉണ്ടല്ലോ മക്കളെ. ഏതാണ്? 5372 നിന്നും 3685 ഡയറക്റ്റായിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. 1687 ആണ് കിട്ടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സബ്സ്ട്രാക്ട് ദി നമ്പർ ഗോട്ട് ബൈ കമ്പൈനിങ് 43 hundreds and 57 tens ഫ്രം ദ നമ്പർ ഗോട്ട് ബൈ കമ്പൈനിങ് 8 thousands, 27 tens and 5 ones. മനസ്സിലായോ? 8 ആയിരവും 27 പത്തും 5 ഒന്നും ചേർന്ന സംഖ്യയിൽ നിന്നും 43 നൂറും 57 പത്തും ചേർന്ന സംഖ്യ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 thousands പ്ലസ് 27 tens പ്ലസ് 5 ones എന്ന് പറയുന്നത് 8000 പ്ലസ് 270 പ്ലസ് 5 ആണ്. ആൻസർ എത്രയാണ് മക്കളെ? 8275. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കാം. 43 hundreds പ്ലസ് 57 tens എന്ന് പറയുന്നത് 4300 പ്ലസ് 570 ആണ്. 4000 പ്ലസ് 300 പ്ലസ് 500 പ്ലസ് 70 എത്രയാണ്? 4870 ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് കാണണമല്ലേ ഈ രണ്ട് സംഖ്യയുടെയും കൂടെ. സോ ലെറ്റ്സ് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് 8275 ആൻഡ് 4870. When we subtract 4870 from 8275, we get 3405. 3405 ആണ് നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്ന നമ്പർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. യു ഹാവ് 18 ബീഡ്സ്. റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പേഴ്സ് യു ക്യാൻ ഷോ ഓൺ ആൻ അബാക്കസ് വിത്ത് ദീസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ്? മക്കളുടെ കയ്യിൽ 18 മുത്തുകളുണ്ടെന്ന് കരുതുക, ബീഡ്സ്. ഇവ ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസവും എത്രയാണെന്ന് എഴുതണം. ആദ്യം നമുക്ക് ലാർജസ്റ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്യണം. 18 ബീഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ടു മേക്ക് ദ ലാർജസ്റ്റ് നമ്പർ പ്ലേസ് ആസ് മെനി ബീഡ്സ് ആസ് പോസിബിൾ ഇൻ ദ തൗസൻഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് പ്ലേസ്. ഏറ്റവും വലിയ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1000-ൻ്റെയും 100-ൻ്റെയും പ്ലേസിലാണ് കൂടുതൽ മുത്തുകൾ, മാക്സിമം മുത്തുകൾ യൂസ് ചെയ്യേണ്ടത്. സോ 1000s പ്ലേസിൽ 9 ബീഡ്സ് ഇട്ടു, 100s പ്ലേസിലും 9 ബീഡ്സ് ഇട്ടു. ടോട്ടൽ 18 ബീഡ്സ് ആയല്ലോ. 10s പ്ലേസിലും 1s പ്ലേസിലും 0 ആണ്. സോ ദി നമ്പർ ഈസ് 9900.
ഇനി നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്താലോ? ടു മേക്ക് ദ സ്മോളസ്റ്റ് നമ്പർ പ്ലേസ് ഓൺലി 1 ബീഡ് ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. തൗസൻഡിൻ്റെ പ്ലേസിൽ ഒരൊറ്റ ബീഡ് മാത്രമേ ഇടാവൂ ഏറ്റവും ചെറിയ നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, പുട്ട് ദ റിമൈനിങ് ബീഡ്സ് ഇൻ ദ സ്മോളർ പ്ലേസസ്. ബാക്കി വരുന്ന മുത്തുകൾ എവിടെ ഇടണം? ചെറിയ സ്ഥാനവിലയ്ക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 18 മുത്തുകളിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തു, ഇനി 17 ഉണ്ട് ബാക്കി. സോ തൗസൻഡിൻ്റെ പ്ലേസിൽ 1 ബീഡ് പ്ലേസ് ചെയ്തു, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 0 ആണ്, ടെൻസിൻ്റെ പ്ലേസിൽ നമുക്ക് 8 ബീഡ്സ് ഇട്ട് കൊടുക്കാം, വൺസിൻ്റെ പ്ലേസിൽ 9 ബീഡ്സും ഇട്ട് കൊടുക്കാം. സോ ദ നമ്പർ ഈസ് 1089. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ടല്ലോ മക്കളെ, നമുക്ക് ഡിഫറൻസ് കാണണ്ടേ? ഈ രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഓഫ് 9900 ആൻഡ് 1089. 9900 മൈനസ് 1089 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8811 ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 8811 ആണ്, 8811. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.